ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ ദിവസത്തിനായിട്ട് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി ജീവനോട് നിലനിർത്തിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദൈവിക കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വായിക്കപ്പെടുന്ന ഈ തിരുവചനം, ഇന്ന് ഞങ്ങൾ ശ്രവിക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവൻ പകരുന്നതായിരിക്കട്ടെ. ഭയപ്പെടുന്ന മനസ്സുകൾക്ക് തമ്പുരാനെ അവിടുന്ന് സമാധാനം നൽകണമേ. ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് ദൈവമേ ശക്തി നൽകണമേ. വഴിമുട്ടിയവർക്ക് കർത്താവേ അവിടുന്ന് വഴികാട്ടിയായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. നമ്മുടെ അനുദിന പ്രഭാത തിരുവചനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനുമത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്തു നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചന ഭാഗത്തിൽ നാം കാണുന്നത് ദൈവസന്നിധിയുടെ മഹത്വവും പരിശുദ്ധിയും കണ്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ ദൃശ്യമാണ്. ഇടിമുഴങ്ങുന്നു, മിന്നൽ ജ്വലിക്കുന്നു, കാഹളധ്വനി ഉണ്ടാകുന്നു, പുക നിറഞ്ഞ പർവ്വതം. ഇവയെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ജനങ്ങൾ ദൂരത്തു നിന്നു. അവർ മോശയോട് പറഞ്ഞു, ദൈവം നേരിട്ട് ഞങ്ങളോട് ഒന്നും അരുളി ചെയ്യരുതേ, ഞങ്ങൾ മരിച്ചു പോകും. അവർക്ക് ഭയമാണ് ദൈവവുമായി സംസാരിക്കുവാനുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ഭയം. എന്നാൽ മോശ അവരോട് പറഞ്ഞ അതിഗംഭീരകരമായ വാക്കുകൾ നമുക്കും ഇന്നേക്ക് ഒരു വലിയ സന്ദേശമാണ്. ഭയപ്പെടേണ്ട, നിങ്ങൾ പരീക്ഷിക്കപ്പെടേണ്ടതിനും അവിടുത്തെ ഭയം നിങ്ങളുടെ മുൻപിൽ ഇരിക്കേണ്ടതിനും വേണ്ടിയിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഭയം ശിക്ഷയുടെ ഭയമല്ല, അത് ദൈവത്തെ ബഹുമാനിക്കുന്ന പരിശുദ്ധമായ ഒരു മനോഭാവമാണ്. ദൈവസന്നിധി നമ്മുടെ പാപ ജീവിതത്തെ മാറ്റുവാൻ വരുന്ന ഒന്നാണ്. പ്രിയ ദൈവമക്കളെ, മനുഷ്യർ ദൂരത്തു നിന്നെങ്കിലും മോശ ദൈവ സാന്നിധ്യത്തിൻ്റെ അടുത്തു ചെന്നു. ആയതുപോലെ നമ്മളും ഭയത്തിലും പ്രശ്നങ്ങൾക്കിടയിലും എന്ത് പ്രതിസന്ധികൾക്കിടയിലും നിന്ന് ഓടിപ്പോകാതെ ദൈവത്തോട് അടുത്തു ചെല്ലണം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ലോകത്തിൽ അനേകർ ഭയത്തിലും ആശങ്കകളിലും ജീവിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ഭയം, കുടുംബ പ്രശ്നങ്ങൾ. പക്ഷെ ഇന്നത്തെ ഈ തിരുവചനം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമുള്ളിടത്ത് സമാധാനമുണ്ട്. ദൈവത്തെ മാനിക്കുന്ന ജീവിതം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഭയങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തമ്പുരാനെ നീ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. നിന്നെ ബഹുമാനിക്കുന്ന പരിശുദ്ധ ജീവിതം നയിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ.
എന്ത് പ്രശ്നങ്ങൾക്കിടയിലും ഏത് പ്രതിസന്ധികൾക്കിടയിലും നിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കൃപ തമ്പുരാനെ അടിയങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായവരെ സൗഖ്യമാക്കണം. ജോലിയില്ലാത്തവർക്ക് തമ്പുരാനെ പൊതുവഴികളെ തുറന്നു നൽകണമേ. തളർന്നിരിക്കുന്നവർക്ക് പുതിയ ഒരു ദൈവിക ശക്തി തമ്പുരാനെ അവർക്ക് പ്രദാനം ചെയ്യണം. ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ കൃപയിലും നിന്റെ സാന്നിധ്യത്തിലും നിന്റെ സംരക്ഷണത്തിലും ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.